ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഏവർക്കും ഹാർദമായി സ്വാഗതം. ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറത്തിൻ്റെ 121 എപ്പിസോഡ്. ഇന്ന് നാം പഠിക്കുന്ന വിഷയം ആരാധന എന്നത് ബലിയർപ്പണം തന്നെയാകുന്നു എന്നാണ്. വർഷിപ്പ് ഈസ് സാക്രിഫൈസ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 23-24 വാക്യങ്ങളിൽ സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് worshippers must worship in spirit and in truth. The true worshippers will worship the Father in spirit and truth. ഓർത്തഡോക്സ് എന്ന വാക്കിന് ട്രൂ വർഷിപ്പേഴ്സ് എന്നാണ് അർത്ഥം. സത്യനമസ്കാരികൾ. അത് വേദപുസ്തകത്തിൽ തന്നെ ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളത് നാം ആദ്യമേ ഗ്രഹിക്കുക. എന്താണ് സത്യ ആരാധന? യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കുന്നതാണ് ആരാധന. ഉച്ചത്തിൽ കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് ആരാധനയല്ല. പ്രാർത്ഥനയും പാട്ടും ആരാധനയുടെ ഭാഗം തന്നെയാണ്. എന്നിരുന്നാൽ അത് അതിൽ തന്നെ ആരാധനയാകുന്നില്ല. പ്രയർ ഈസ് നോട്ട് വർഷിപ്പ്, ബട്ട് ഇൻ എവരി വർഷിപ്പ് ദെയർ ആർ പ്രയേഴ്സ്. ആരാധനയുടെ ഒരു ഘടകം മാത്രമാണ് പ്രാർത്ഥന എന്നത്. നവീകരണ ന്യൂജൻ സഭകൾ, പെന്തക്കോസ്ത് വിഭാഗങ്ങൾ, ഇവരൊക്കെയും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും കാൽവറിയിലെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടെ ആരാധന അവസാനിച്ചു, ഇനിയൊരു ആരാധന അപ്രകാരം ആവശ്യമില്ല എന്നതാണ്. അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് ആരാധനയില്ല എന്ന് അവർ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ദൈവാലയത്തിലെ തിരശ്ശീല ചീന്തി മാറ്റിയത് ആരാധന നിന്നുപോയതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണ് എന്നും അവർ വ്യാഖ്യാനിക്കുകയും. ഈ പഠനവും വിശ്വാസവും വേദസത്യമല്ല. കാൽവറിയിൽ പൂർത്തിയായത് രക്തബലി മാത്രമാണ്. അത് ന്യായപ്രമാണ പൂർത്തി, ലേവ്യക്രമം ആണ് പൂർത്തീകരിക്കപ്പെട്ടത് എന്നത് നാം മനസ്സിലാക്കണം. എന്നാൽ യേശുക്രിസ്തുവിൽ മൽക്കീസേദെക്കിൻ്റെ നിത്യമായ പൗരോഹിത്യം നിലനിൽക്കുന്നു എന്നുള്ളത് വചനം വ്യക്തമായി പഠിക്കുമ്പോൾ വ്യക്തമാകുന്നു, ബോധ്യമാകുന്നു. അത് വിശ്വസിപ്പാൻ ന്യായവുമാകുന്നു. ആരാധനയുടെ ആരംഭം. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 26 വാക്യം. ആ കാലത്ത് കർത്താവിൻ്റെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാബേലിൻ്റെ യാഗം, അവിടുന്ന് നോഹിൻ്റെ ബലി, അബ്രാഹാമിൻ്റെ യാഗാർപ്പണം, ഇതെല്ലാം പഴയ നിയമ കാലഘട്ടത്തിന് മുന്നമേ ഉള്ള ആരാധനകളായിട്ടാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ട് നാം പാടുന്നുണ്ടോ, ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. ആരാധന ഹാബേൽ മുതൽ ബലിയായി
സാക്രിഫൈസായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാബേലിൻ്റെ കാഴ്ച ബലിയാണ്. നോഹയുടെ ബലി ദഹനയാഗമാണ്, ബേൺഡ് ഓഫറിങ്. അബ്രഹാമിൻ്റെ ബലി തൻ്റെ മകനെ യാഗം അർപ്പിക്കുന്നതാണ്, അത് ആരാധന എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി ജനസിസ് 22-ാം അധ്യായം 5-6 വാക്യങ്ങൾ, ഞാനും മകനും ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ദൈവം അബ്രഹാമിന് പറഞ്ഞത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ മകനെ ഹോമയാഗം കഴിക്കണമെന്നാണ് 22-ന്റെ 2-ാം വാക്യം. ഹോമയാഗം കഴിക്കുവാനായിട്ട് പോയ അബ്രഹാം തൻ്റെ ഭൃത്യന്മാരോട് പറയുന്നത്, ഞാനും മകനും പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം എന്നാണ്. അപ്പോൾ അവനെ ഹോമയാഗം അർപ്പിക്കുവാനുള്ള ദൈവകൽപ്പന പാലിക്കുന്ന അബ്രഹാം താൻ ആരാധന കഴിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. Take your son, your only son Isaac, whom you love, and offer him as a burnt offering on the mountain that I shall show you. ഇവിടെ ബേൺഡ് ഓഫറിങ് എന്ന് പറയുന്നതിനെയാണ് വർഷിപ്പ് എന്ന് അബ്രഹാം പറയുന്നു. അതുകൊണ്ട് നാം പഴയ നിയമത്തിൽ കാണുന്ന യാഗങ്ങൾ അല്ലെങ്കിൽ ബലികൾ ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധനയാണ് എന്ന് നാം പഠിക്കണം. ഈ ആരാധനയിലൂടെ പാപകരണവും ശുദ്ധീകരണവും പാപപരിഹാരവും ശുദ്ധീകരണവും നാം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആരാധനയുടെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് പഴയ നിയമ ആരാധന പുതിയ നിയമ സഭയുടെ ആരാധനയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, നമ്മുടെ സത്യ ആരാധന എന്നത് എന്താകുന്നു എന്നുള്ളത് ശ്രദ്ധയോടെ പഠിപ്പാനായിട്ട് ആവശ്യമാണ്. അടുത്ത എപ്പിസോഡ് ഈ പുതിയ നിയമ ബലിയെ കുറിച്ച് പഠിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹവന്ദനം. ഓർക്കുക, ആരാധന കൈകൊട്ടി പാട്ട് പാടുന്നതല്ല, ക്രമപ്പെടുത്തിയ വിധത്തിലുള്ളതായ സാക്രിഫൈസ് ഓഫറിംഗ് ആയിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ് എന്നുള്ളത്.